ശ്രീജിത്ത്, നമ്മൾ ഈ ഡേറ്റയൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, പറക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ സുരക്ഷ സംബന്ധിച്ച പരാതികൾ കേട്ടു തുടങ്ങിയ ഒരു വിമാന കമ്പനിയാണ് ബോയിങ്. അപകട കാരണം ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ കാരണമൊന്നും നമുക്ക് ഇനിയും വ്യക്തമായി അറിയില്ല. പറയുന്നതും പ്രചരിക്കുന്നതും ഒക്കെ ഊഹാപോഹങ്ങളാണ്. എൻജിൻ എറർ എന്ന് പറയുന്നുണ്ട്, ഇനി ബേർഡ് ഹിറ്റ് ആവാമെന്ന് പറയുന്നുണ്ട്, അതല്ല പൈലറ്റിന്റെ മിസ്റ്റേക്ക് ആകാമെന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഇതൊന്നും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ശ്രീജിത്ത്, ഏതൊരു വിമാന ദുരന്തം ഉണ്ടാകുമ്പോഴും ആ വിമാന കമ്പനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമാണ്. എയർ ഇന്ത്യക്ക് 36 787 വിമാനങ്ങളുണ്ട്. 40,000 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പറക്കുന്ന ഒരു വിമാനമാണിത്. 8,000 ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ വിമാനം. പക്ഷേ ആശങ്കകളുടെ ചിറക് വിരിച്ച ഈ ബോയിങ് ഡ്രീം ലൈനർ ഇപ്പോഴും ഒരുപാട് അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2021 ലിഥിയം ബാറ്ററിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട്, അതുണ്ടാക്കിയ ആശങ്കയൊന്നും അന്ന് ചെറുതായിരുന്നില്ല. ബോയിങ്ങിന്റെ വിശദീകരണം എന്തെങ്കിലും വരുന്നുണ്ടോ ശ്രീജിത്ത്? ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ശ്രീജിത്തിന്റെ നിരീക്ഷണം എങ്ങനെയാണ്? ഞാൻ 2022 നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററിയുടെ പേര് പറയാം. ഡൗൺഫോൾ ദ കേസ് അഗെയിൻസ്റ്റ് ബോയിങ് എന്നാണ്. അതായത് ബോയിങ്ങിനെതിരായി ഒരാൾ കേസ് കൊടുത്തിരുന്നു. ആ കേസിൻ്റെ അന്വേഷണം നടത്തിയിരുന്നു, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പ്രചരിച്ചിരുന്നു. എന്താണ് ബോയിങ്ങിന് സംഭവിച്ചത്, അല്ലെങ്കിൽ ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്താണ് സംഭവിക്കുന്നത്, ബോയിങ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് ജോൺ ബാർനെറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി, അത് ദീർഘകാലം അവിടെ ജോലി ചെയ്തിരുന്ന, അത് മാത്രമല്ല ബോയിങ്ങിൻ്റെ സുരക്ഷാ പരിശോധനയുടെ തലവനായിരുന്ന വ്യക്തി ജോൺ ബാർനെറ്റ് നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഡോക്യുമെൻ്ററി 2022 പുറത്തു വരുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ആ ഡോക്യുമെൻ്ററി കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഡോക്യുമെൻ്ററിയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ബോയിങ്ങുമായി ബന്ധപ്പെട്ട് ബോയിങ്ങിൻ്റെ പോരായ്മകൾ, ബോയിങ്ങിൻ്റെ പരിമിതികൾ, അതിൻ്റെ കുറവുകൾ, അപകടത്തിൽപ്പെടാനുള്ള കാരണങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെയാണ് അതിൽ പറയുന്നത്. അതുമാത്രമല്ല ബോയിങ്ങിനെതിരെ അദ്ദേഹം നടത്തിയ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ആ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. 2022 ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് 2024 ഈ ജോൺ ബാർനെറ്റ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെടുക്കുന്നുണ്ട്. കുറിപ്പ് ബോയിങ് കമ്പനിക്കെതിരെയാണ്. ആ കുറിപ്പ് കുറച്ചും കൂടി ബോയിങ് കമ്പനിക്കെതിരെ വളരെ രൂക്ഷ വിമർശനമുള്ള ഒരു കുറിപ്പാണ്. ഞാൻ ഈ കഥ പറഞ്ഞത് ബോയിങ് കമ്പനിയെക്കുറിച്ച് ഇത്രയും വിശദമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതേ കമ്പനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, ഈ പറയുന്ന ഇപ്പോൾ ഇന്ത്യയിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള 787 അടക്കമുള്ള വിമാനങ്ങളുടെ പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയ വ്യക്തി തന്നെ പുറത്തു വന്ന് ആ കമ്പനിക്കെതിരെ, പുറത്തു നിന്നല്ല, ആദ്യം അദ്ദേഹം കമ്പനിക്കുള്ളിൽ നിന്നാണ് ബോയിങ് കമ്പനിക്കെതിരെ വലിയ യുദ്ധം നടത്തിയത്, വലിയ ഫൈറ്റ് നടത്തിയത്. ഒടുവിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി 2017 അദ്ദേഹം കമ്പനിയിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഈ ഡോക്യുമെൻ്ററിയും നെറ്റ്ഫ്ലിക്സ് പ്രസിദ്ധീകരിക്കുന്നതും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറയുന്നതും. അങ്ങനെ പുറംലോകം അറിയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ബോയിങ്ങിനെ കുറിച്ച് വളരെ വിശദമായ പരാതികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായ പരാതികൾ ഇപ്പോൾ സേതു തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്ററിയിൽ ഉണ്ടായ പരാതികൾ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ചകൾ തന്നെയാണ്. അതായത് കമ്പനി നഷ്ടത്തിലാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു ഇടക്കാലത്ത്. അങ്ങനെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദനം കുറയുന്നു, അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ വേഗം കുറയുന്നു. ഒരു ഓർഡറുകൾ വരുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ വിമാന കമ്പനികളിൽ നിന്ന് ഓർഡറുകൾ വരുന്നുണ്ട്. പക്ഷേ കമ്പനിക്ക് ബോയിങ്ങിന് കൃത്യസമയത്ത് ഈ വിമാനങ്ങളൊന്നും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനം തന്നെ 2004 or 2005 എയർ ഇന്ത്യ ഓർഡർ ചെയ്തിട്ട് 2009 എന്താണ് ലഭിക്കുന്നത്. അങ്ങനെ വലിയ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ കമ്പനി ഉൽപ്പാദനം കൂട്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഉൽപ്പാദനം കൂട്ടുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഗുണനിലവാരം കുറയുന്നു എന്നുള്ള ആരോപണമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇദ്ദേഹം ജോൺ ബാർനെറ്റ് ഉന്നയിച്ചിരുന്നത്. അതുമാത്രമല്ല സുരക്ഷാ പരിശോധനകളിൽ, സുരക്ഷാ കാര്യങ്ങളിൽ വലിയ വിട്ടുവീഴ്ച കമ്പനി നടത്തുന്നുണ്ട്. ജീവനക്കാർക്ക് മേൽ അക്കാര്യത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായും ഇത്രയും വലിയൊരു വിമാന കമ്പനി സുരക്ഷാ കാര്യങ്ങളിൽ വലിയ വിട്ടുവീഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് സുരക്ഷാ പരിശോധന നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തും അകത്തും പറയുമ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായി ഇന്ത്യയിൽ നടന്ന അപകടത്തിലേക്ക് വരാം. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ എന്താണ് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്നുള്ളത്. ബോയിങ് കമ്പനി ഈ വിമാനം തന്നെ ഏതാണ്ട് എത്രയോ മണിക്കൂറുകൾ, ലക്ഷക്കണക്കിന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. 8,000-ലധികം ടേക്ക് ഓഫുകളും പറന്നുയരലും പറന്നിറങ്ങലും നടന്നു കഴിഞ്ഞു. മാത്രമല്ല ഈ വിമാന കമ്പനി ദിവസവും മണിക്കൂറിലധികം, ദിവസങ്ങൾക്കധികം യാത്ര പുറപ്പെടുന്നതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് ഈ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സുരക്ഷാ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഡൽഹിയിൽ നിന്നും
നിന്നും വന്നു അഹമ്മദാബാദിൽ വന്നു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ്. ആ വിമാനം പൂർണ്ണമായി ഇന്ധനം നിറയ്ക്കുന്നു. ഇന്ധനം നിറച്ചതിനപ്പുറത്തേക്ക് വലിയ സുരക്ഷാ പരിശോധന നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ സൂചനകൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് അതിന്റെ എഞ്ചിൻ തകരാറിനെ കുറിച്ചാണ്. 2 എഞ്ചിനുകൾക്ക് തകരാറുണ്ടായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. കാരണം അസാധാരണമായ വിധം 2 എഞ്ചിനുകളും തകരാറിലാകുന്നു എന്നുള്ളതാണ് ഈ വിമാനാപകടത്തിൽ. ഈ പരിശോധന നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇത് ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വരുന്ന ഒരു വിമാനമായിരുന്നു. അതിലേക്ക് തിരികെ ഇന്ധനം നിറക്കുകയും അടുത്തൊരു ലോങ് ട്രിപ്പിന് വേണ്ടി അതിനെ സജ്ജമാക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ വേണ്ടത്ര പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ടോ? ഇനി ഇൻ കേസ് അതൊരു ബേർഡ് ഹിറ്റ് ആണെങ്കിൽ, ഒരു ബേർഡ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് 2 എഞ്ചിനും ഇങ്ങനെ ഫെയിലിയറായി പോകാറുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആധികാരികമായി ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ, വരും മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായ വിശദീകരണങ്ങൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ തന്നെയാകും ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും.